ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു IQ12 മേടിച്ചിട്ട് അതിൻ്റെ ക്യാമറ സ്റ്റെബിലൈസേഷൻ, അതേപോലെ ക്യാമറ റിവ്യൂ, ഡീറ്റെയിൽഡായിട്ട് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമെന്ന്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഫോണ് അത്യാവശ്യം ഹെവിയാണ്, യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. സിനിമ കാണുവാനേലും അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വളരെ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് കാണാനെ കൊണ്ട് സൂപ്പറായിട്ടുണ്ട്. അതേപോലെ ഗെയിം കളിക്കാനാണേലും 10ൽ 10 മാർക്കാണ്. പക്ഷേ ക്യാമറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ iPhone 14 നോക്കാവുന്നതാണ്. അപ്പോൾ iPhone 13 കാര്യങ്ങൾ നോക്കേണ്ട കാര്യം, അതിന് മൂവി അങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കുറവാണ്. അതേസമയം iPhone 14 തൊട്ടാണെങ്കിൽ നമുക്ക് സിനിമാറ്റിക് മോഡ്, അതേപോലെ ഫീച്ചർ ക്യാമറ സൈഡൊക്കെ ആണെങ്കിലും ഒന്നുകൂടെ ബെറ്റർ അതായിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ IQ12 വണ്ടിയുടെ മിററോട് ചേർത്ത് വെച്ചിട്ടൊരു മിറർ സെൽഫി പോലെ ഒരെണ്ണം എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പോർട്രേറ്റൊക്കെ വളരെ മോശമാണ്. പിന്നെ IQ12 ക്യാമറ നോക്കുവാണെങ്കിൽ സ്റ്റെബിലൈസേഷനും ബാക്കി നോർമൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷേ വണ്ടിയുടെ മിറർ വെച്ച് ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഈ ഒരു ഫോണിൻ്റെ IQ12 ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നുകൂടെ അടിപൊളിയായിട്ട് പ്രോസസ്സ് ചെയ്ത് തരും. പക്ഷേ ഈ ഒരു മിറർ ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ആകെ മോശമായിപ്പോയി. ഒരുമാതിരി കണ്ണാപ്പി കട്ട് ചെയ്ത് ഫോട്ടോഷൂട്ട് കയറ്റിയതുപോലെ ആയിപ്പോയി. അപ്പോൾ അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് VS ഐഫോണ് ഒരു കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ യൂസ് എന്താണോ അതിനനുസരിച്ചുള്ള ഫോണ് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒത്തൊരു മൊബൈൽ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ യൂട്യൂബിൽ കാര്യങ്ങൾ, റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ സേഫ്റ്റി കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കുറവാണ്. പിന്നെ IQ12 തന്നെ ഞാനിപ്പോൾ എടുത്തിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കേസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് അധികം ഓപ്ഷൻസ് അല്ല. പിന്നെ അതേപോലെ ആക്സസറീസ് ആണെങ്കിലും ഐഫോൺ നോക്കുകയാണെങ്കിലും ഇഷ്ടം പോലെ കേസ്, അതേപോലെ സാധനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഐഫോണെ ബാറ്ററി ചാർജ് കൂടുതൽ നിൽക്കും, വലിയ ഡിസ്പ്ലേ ആണ്, ഇതിന് അധികം എമൗണ്ട് കൂടുതൽ കൊടുക്കണ്ട. പിന്നെ ഗെയിം കളിക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഐഫോൺ നോക്കുകയാണെങ്കിൽ ബാറ്ററി സൈഡൊക്കെ വളരെ മോശമാണ്. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പുതിയ ബാറ്ററി വേണം. പിന്നെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തേപ്പൊട്ടി പോലെയാണ്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഐഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം IQ നോക്കുകയാണെങ്കിൽ ക്യാമറ സൈഡ് ഇച്ചിരി ആ ഒരു ഒറ്റയൊരു ഫോട്ടോയുടെ കാരണം കൊണ്ട് ഞാൻ 10ൽ 8 മാർക്ക് കൊടുക്കും. കാരണം അത് ഇച്ചിരി ഓവറായിപ്പോയി. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ IQ12 ബെറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ പാതി പൈസയേ ഉള്ളൂ IQ Neo 7 Pro. അപ്പോൾ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ IQ Neo 7 Pro നോക്കാം. ഇതിപ്പോൾ ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ അതിന് 2 ക്യാമറ, അതേപോലെ അൾട്രാ വൈഡ് ക്യാമറ, അങ്ങനെ കുറച്ച് മിസ്സിങ് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന IQ12 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറായിട്ട് വരുന്ന ഫസ്റ്റ് ഫോണാണ്. മറ്റേത് 8 Gen 1 അങ്ങനെ എന്തോ പ്രോസസ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ പുതിയ ഫോണാണ്, മറ്റേത് പഴയ 1 വർഷത്തോളമായി ഇറങ്ങിയിട്ട്. ബാറ്ററി കാര്യങ്ങളൊക്കെ ഇതിനാണ് ബെറ്റർ. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു 4 വട്ടം ഒരു 2 മണിക്കൂർ കൂടുതൽ ഇരുന്ന് ഗെയിം, ഒരു 4 ടൈമൊക്കെ PUBG കളിക്കുവാണെങ്കിൽ നമുക്ക് 2 ടൈം കുത്തിയിടണം. നോർമൽ യൂസ് ആണെങ്കിൽ അധികം കുത്തിയിടേണ്ടി വരില്ല. ഈ ഒരു വിലയ്ക്ക് ഐഫോൺ മേടിക്കണോ IQ12 മേടിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ യൂസ് ഏതാണോ അതിനനുസരിച്ചുള്ളൊരു ഫോൺ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ IQ12 മേടിക്കുന്നതായിരിക്കും നല്ലത് ഈ പ്രൈസിന്. അതായത് വലിയ ഡിസ്പ്ലേ ആണ്, ക്യാമറ സൈഡ് കുഴപ്പമില്ല, ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കളിക്കാൻ പറ്റും. നോർമൽ യൂസ് ആണെങ്കിൽ 1 ടൈം കുത്തിയിട്ടാൽ മതി. ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് 2 ടൈം കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അധികമായിരിക്കും. വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാത്തിനും IQ12 ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. മോശമെന്ന് പറഞ്ഞാൽ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ബോക്സിൽ തന്നെ വരുന്ന മോശം, അങ്ങനെ ഒരു പോരായ്മ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ IQ12 ആണ് ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പുള്ളിക്കൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത മാസങ്ങളിൽ നമുക്കൊരു OnePlusൻ്റെ ഒരു 12 മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ, അതേപോലെ ഷൈൻ ചെയ്യാൻ, അതേപോലെ ഡിസ്പ്ലേ, അങ്ങനെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലാണ്. അതേപോലെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് Type 2 C2C കേബിളാണ് വരുന്നത്. അതേസമയം അതിന് 3 Type 1 അങ്ങാണ്ട് വരുന്നത്. പിന്നെ ബാക്കിൽ ഈ ഒരു ഫോണിന്
വയർലെസ് ചാർജർ ഇല്ല. അതിന് 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജർ അങ്ങനെ കുറച്ച് മെച്ചമുണ്ട്. അതേപോലെ ഫ്രണ്ട് ക്യാമറ 32 അങ്ങാണ്ടുണ്ട്, അതായത് OnePlus 12-ന്. അതേസമയം ഇതിന് ഫ്രണ്ട് ക്യാമറ വളരെ മോശമാണ്, 16 ഉള്ളൂ. അത്ര മോശമൊന്നുമല്ല, നോർമൽ. iQOO-12-ൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഗെയിം കളിക്കുന്നവർക്കും അത്യാവശ്യം ക്യാമറ സൈഡ് നോക്കുന്നവർക്കാണേലും എടുക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിങ്ങിൻ്റെ വീഡിയോസ് ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരിയെന്നാൽ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. 8K at 30 FPS എടുക്കുന്ന വീഡിയോ ആണ്. 4K at 60 FPS ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. 4K at 30 FPS ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. 180p and 60 FPS ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇത്. 180p and 30 FPS ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്.